ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം അത് നല്ല രീതിയിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ എല്ലാത്തിൻ്റെയും അറ്റങ്ങൾ ഒരുപോലെ ഷേപ്പ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ 8 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു കഞ്ഞിക്കലം എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ ആ പേപ്പർ റോൾ ചെയ്തത് നല്ല രീതിയിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കഞ്ഞിക്കലം ഞാൻ ഇവിടെ എടുത്തത് നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് ഒരു സ്റ്റാൻഡ് അത്യാവശ്യമായതുകൊണ്ടാണ് ഞാനത് എടുത്തത്. അങ്ങനെ ഞാൻ എല്ലാ പേപ്പർ റോൾ ചെയ്തതും നമ്മൾ ഒട്ടിച്ചതിനകത്തേക്ക് ഞാൻ കയറ്റി ടേപ്പ് വെച്ച് നല്ല മുറുക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫെവിക്കോളും വെച്ച് ഒട്ടിക്കാം. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാലും ഇതേപോലെ നല്ലതായിട്ട് സ്റ്റിക്കായിട്ടിരുന്നോളും. പക്ഷേ എനിക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ് ഞാൻ ടേപ്പ് ഇവിടെ ഉപയോഗിച്ചിട്ട് ഉള്ളത്. അതിനുശേഷം ഞാൻ എല്ലാം കൂടെ പിടിച്ച് മണ്ടയ്ക്ക് ഭാഗം ടേപ്പ് വെച്ച് നല്ല മുറുക്കി ഒട്ടിച്ചിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 തരത്തിലുള്ള ഗിൽറ്റ് എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് റെഡ് കളറിലെ ഗിൽറ്റും അതുപോലെ പിന്നെ ഒരു സിൽവർ കളറിലെ ഗിൽറ്റുമാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഫുള്ളൊന്ന് റൗണ്ട് ചെയ്ത് സെറ്റാക്കി കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു പണി കിട്ടിയത് ലാസ്റ്റ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് കയ്യിലില്ലായിരുന്നു. അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വെച്ചിരുന്ന കുറച്ച് ഗിൽറ്റും കാര്യങ്ങളും ഡെക്കറേഷൻ ഐറ്റംസൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതും വെച്ച് താഴത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് റോള് ചെയ്യാമെന്ന്. ആ ഡെക്കറേഷൻ ഐറ്റംസും കൂടി ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ട്രീയുടെ ഫുൾ ഒരു കമ്പൈൻ ലുക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊരു കൊച്ചു സാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മേരി ക്രിസ്മസ് എന്ന് എഴുതിയ ഒരു ചെയിൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ ക്രിസ്മസ് ട്രീ കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. എങ്ങനെ ഉണ്ടായിരുന്നു എന്നും പറയണേ.